Good morning, all. Morning. ഇപ്പോൾ നമ്മൾ നിർത്തിയത് നമ്മുടെ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഇത് ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എടുത്തു കഴിഞ്ഞില്ലേ? മൈക്രോസോഫ്റ്റ് എക്സൽ തുടങ്ങിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എക്സൽ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും വായിച്ചു കാണും. അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇതാണ് അല്ലെ? ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? നമ്മള് പവർ പോയിന്റും അതേമാതിരി തന്നെ വേർഡും കവർ ചെയ്തു. ഇനി എക്സൽ ആണ് എടുക്കാനുള്ളത്. അപ്പൊ പവർ പോയിന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു അല്ലെ? നമ്മുടെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. വേർഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേർഡ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. എക്സലിന്റെ പ്രത്യേകത നമുക്ക് അറിയാം. ചില കാര്യങ്ങളിലെല്ലാം കുറെ കാൽക്കുലേഷൻ വേണ്ടി വരും അല്ലെ? നമുക്ക് അക്കൗണ്ട്സ് സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലാണെങ്കിലും എന്താണ് കാൽക്കുലേഷൻ ബേസ് ചെയ്ത് സാലറി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെ, എന്ത് സംഭവമാണെങ്കിലും കാൽക്കുലേഷൻ ബേസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ സാലറികളെ ഒന്നിച്ച് ഇത്രയും ഒരു 40,000 തുടങ്ങി 50,000 രൂപയുള്ള പേഴ്സൺസിനെ നമുക്കൊന്ന് തിരിച്ചറിയണമെങ്കിൽ, അതിലേക്ക് കൂടുതൽ സാലറി മേടിക്കുന്നവരെ തിരിച്ചറിയണമെങ്കിൽ അപ്പൊ നമുക്കറിയാം സോർട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തൊക്കെ എടുക്കണം. അപ്പൊ ഇത്തരത്തില് നമ്മുടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ബേസ് ചെയ്ത് ഫോർമുല അപ്ലൈ ചെയ്ത് ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്നത്. ഇനി അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇസ് എ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അതായത് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്ന അല്ലെ, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന എക്സൽ എന്നുള്ളത്. Then it is vastly used for data management, analysis and visualization. അതായത് ഇതിലെ നമുക്കറിയാം അല്ലെ, ഓരോന്നിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് ഓരോന്നും അല്ലെ ഇങ്ങനെയുള്ളേക്ക് ഇത്രയും എമൗണ്ട്സ് ആവശ്യമായി ഇൻ കേസ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ബേസ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെ ഓരോന്നും മാനേജ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങളിലേക്ക് അത് എങ്ങനെ ഉപയോഗിച്ചു, ഇനി എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വേണോ, അവിടേക്ക് ആവശ്യകതയുണ്ടോ, ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു മാനേജ്മെന്റ് കാര്യങ്ങൾ നടത്താനായിട്ട് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഉപയോഗപ്രദമാക്കാം. ദെൻ അനാലിസിസ്, നമുക്ക് എന്തെങ്കിലും അല്ലെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അതിന്റെ വിഷ്വലൈസേഷൻ, നമുക്ക് വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗ്രാഫ് മോഡലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു കമ്പാരിസൺ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് പ്രത്യേകമായിട്ട് എടുത്തു നോക്കണമെങ്കിൽ അതിന്റെ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് അല്ലെ, എന്താണ് ഇത്രയും താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം കൂടുതൽ വേണ്ടി വന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഇനിയും ഫണ്ട് ഇറക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ വിഷ്വലൈസേഷൻ നടത്തിക്കൊണ്ട് ഡാറ്റാസ് നമുക്ക് അവതരിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. Here is a short note on MS Excel. ഇത്രയാണ് ഇത് നമ്മുടെ എക്സലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി MS എക്സലിന്റെ ഫീച്ചേഴ്സ് സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ. അപ്പൊ നമുക്കറിയാം ഒരു ഷീറ്റുകൾ അല്ലെ, ഒരുപാട് ഷീറ്റുകൾ ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും അല്ലെ, അതിന്റെ റോസ് കോളംസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടായിരിക്കും അതിന്റെ ആ ഷീറ്റുകൾ വരുന്നത്. അതിനൊപ്പം തന്നെ എന്താണ് ഏത് ആണെങ്കിലും സാധാരണ വീട്ടിൽ കാണിക്കുന്ന മാതിരി തന്നെ മുകളിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യകതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചിട്ട് നമ്മള് ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടേതായ കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യേകത ഒരുപാട് ഫോർമുലാസുകളെല്ലാം അല്ലെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള ഫോർമുല, പക്ഷെ നമുക്ക് ചിലപ്പോൾ പെർസെന്റേജ് നിർണ്ണയിക്കാനായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും സമ്മ് കാണാനായിട്ടായിരിക്കും, എന്തെങ്കിലും ഡിഫറൻസ് കാണാനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഇയർലി പ്ലാനിങ് ഒക്കെ ആണെങ്കിൽ
ഒരു ഇയറിലെ അല്ലെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡാറ്റാസ്, നേരത്തെ ഉള്ള ഇയറിലെ കുറച്ച് ഡാറ്റാസ് ഒക്കെ എടുത്തിട്ട് കമ്പാരിസൺ നടത്താൻ, ഇപ്പോ ഉള്ള പ്രസന്റ് ഇയർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മളിപ്പോ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വില, അങ്ങനെ അത്തരത്തില് ഇപ്പോ നിലവിലുള്ള പ്രസന്റ് വിലയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് പൊതുവായ എന്താണ് ബിസിനസ് യൂസേജിലൊക്കെ പൊതുവെ മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. Excel provides a user-friendly interface for generating and organizing data in a tabular format. നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫോർമാറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Users can form a worksheet, input data, and customize the layout, formatting and formulas to meet their specific requirements. അപ്പം നമ്മുടെ ആവശ്യകത അല്ലെ, യൂസേഴ്സിന്റെ ആവശ്യകത എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോം തയ്യാറാക്കി എടുത്തിട്ട് ചില ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചില ഇയറിലെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടോ അതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ അനാലിസിസിൽ പറയുന്നത്? എക്സൽ ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫങ്ഷൻസ്, ഫോർമുലാസ് ആൻഡ് ഡാറ്റ അനാലിസിസ് ടൂൾസ് that makes the users able to carry out complex calculations, statistical analysis and mathematical operations on large data sets. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞാല് ഒരുപാട് ഡാറ്റാസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളോളമുള്ള കുറെ ഡീറ്റെയിൽസുകളെല്ലാം അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കമ്പനികളിലോ അല്ലെങ്കിൽ ബിസിനസ് ഫേമുകളിലൊക്കെ എന്താണ് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് GST എന്തെങ്കിലും ട്രാൻസാക്ഷൻ പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് അവര് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ അല്ലെ ഇൻവെന്ററി സംബന്ധിച്ചോ അതല്ലെങ്കിൽ കുറച്ച് അക്കൗണ്ട്സിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ പർച്ചേസ് ഡീറ്റെയിൽസ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറേ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതില് ഉണ്ട് അല്ലെ. ഓരോ രീതി അനുസരിച്ചിട്ട് അത് അവൈലബിൾ ആണ്. എന്താണ് സ്റ്റാറ്റിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റാസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. യൂസേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഏത് രീതിയിൽ ചാർട്ട് രീതിയിൽ കാണിച്ചു കൊടുക്കണോ, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഗ്രാഫിക് മോഡലിൽ കാണിക്കണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ആണ് ബേസ് ചെയ്യുന്നത്, ആ കാൽക്കുലേഷൻ ചിലപ്പോൾ പെർസെന്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യൻ്റെയൊക്കെ എന്താണോ യൂസേഴ്സ് ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ആ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇത് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ആ സോഫ്റ്റ്വെയർ ആ എക്സല് അതിൻ്റെതായിട്ടുള്ള യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് കോംപ്ലക്സ് അല്ലെ സങ്കീർണമായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് നമുക്കറിയാം. ചിലതിന്റെ കൂട്ടൽ കൂട്ടി ചെയ്തതിന് ശേഷം ചിലപ്പോൾ ചില എന്താണ് ഡിഡക്ഷൻ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ ചിലപ്പോൾ അതിന്റെ പെർസെന്റേജ് ഒക്കെ കാണാം. അപ്പോൾ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള എല്ലാ കാൽക്കുലേഷനെ പറ്റിയ സോഫ്റ്റ്വെയർ അല്ലെ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ യൂസേഴ്സ് എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നു, ഇറ്റ് സിംപ്ലിഫൈസ് ടാസ്ക് ലൈക്ക് സോർട്ടിങ്, ഫിൽറ്ററിംഗ് ആൻഡ് simultaneous data making it is a necessary tool for data driven decision making. അപ്പൊ നമുക്ക് അറിയാം അല്ലെ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു റേഞ്ചിലുള്ള വ്യക്തികളെ കണ്ടെത്താൻ അല്ലെ, ഒരേ സാലറി ഉള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഒരേ പെർസെന്റേജ് ഉള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാടും അതിനെന്തെങ്കിലും സോർട്ടിങ് ഒക്കെ നടത്തും അല്ലെ, ഒരേപോലെ ആക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു മെത്തേഡ് അല്ലെ 40,000 to 50,000 ഉള്ള ഒരു പ്രത്യേക ഹെഡിങ് കൊടുക്കണ അനുസരിച്ചിട്ട് തന്നെ ഉള്ള ഡാറ്റാസ് വെച്ചിട്ട് തന്നെ അതിലേക്ക് ഉൾക്കൊള്ളുന്ന എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് അതിലേക്ക് വേണ്ടി വരുന്ന ഡാറ്റാസ് പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവാം ഇത്തരത്തിലുള്ള ഡാറ്റാസ് ആണ് ഇതിന് വേണ്ടി വരുന്നത്. പിന്നെ ഫിൽറ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടാവും അല്ലെ. ചിലപ്പോൾ ഒരു ബിഗ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റാസിൽ നിന്ന് ഇൻഫോർമേഷൻസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടാകും. അതിനുശേഷമായിരിക്കും ചില കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത്. അതേമാതിരി തന്നെ സമ്മറൈസിംഗ് ഡാറ്റ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഇത്രയും നമ്മൾ കുറച്ച് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തതിന് ശേഷം
നമ്മൾ എന്താണ് അതിൽ ഒരു ചെറിയ ലഘൂകരണം അല്ലെ, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മൾ ചെറിയ ടോപ്പിക് ഒക്കെ കൊടുത്തിട്ട് ചില കാര്യങ്ങളെല്ലാം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് இந்த മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ മേക്കിംഗ് ഇറ്റ് ഈസ് നെസസറി ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നെസസറി ടൂൾ ആണ് എക്സൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും അവിടെ കാഴ്ചവെക്കേണ്ടതുണ്ടാവും അല്ലെ. ചില മുഴുവൻ ഡാറ്റയിൽ നിന്നും ചിലതൊക്കെ സോർട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചിലതൊക്കെ ഒഴിവാക്കിയെടുക്കണം, അതല്ലെങ്കിൽ ചിലതൊക്കെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ചിട്ട് എടുത്തതിന് ശേഷം ഇത്രയും ബേസിക് ആയിട്ടുള്ള പേയാണ്, അല്ലെങ്കിൽ ഇത്രയും ഇൻക്രിമെന്റ് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ചില ഇതുകളല്ലേ കറക്റ്റ് ആയിട്ട് നമുക്കറിയാം ചില ടൈമുകളൊക്കെ ഓവർ ഡ്യൂട്ടീസ് ഒക്കെ വരികയാണെങ്കിൽ ഇത്രയും പേഴ്സൺസിനൊക്കെ നമ്മൾ ഇത്രയും സാലറിയൊക്കെ കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആ ഒരു ഹെഡിങ് നമുക്ക് ഒരു ചെറുതായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റാസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവർക്ക് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഇത്തരത്തിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് പ്രധാനമായിട്ട് ഫോർമുലാസ്, അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ഫോർമുലാസുകൾ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അത് എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മള് യൂസേഴ്സിന്റെ ആവശ്യകതയായിട്ടുള്ള ഫോർമുലാസ് വെക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞാലേ ചിലത് കൂട്ടണം, ചിലപ്പോൾ ചിലത് കുറയ്ക്കണം, ചിലപ്പോൾ അതിനുശേഷം ചിലപ്പോൾ എന്തെങ്കിലും പെർസെന്റേജ് കാണിക്കേണ്ടതുണ്ടാവും. യൂസേഴ്സ് എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ ഈ എക്സൽ അത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് റിസൾട്ട് അവൈലബിൾ ആക്കി തരും. നോക്കാം, എക്സൽസ് എക്സ്റ്റെൻസീവ് library of built in formulas and functions permits users to carry out calculations on data automatically. ഡാറ്റാസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോർമുലാസിന്റെ ബേസിൽ ഡാറ്റാസ് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിക്കും. അതനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഫോർമുലാസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം എന്തിലുണ്ട്, നമുക്ക് ഇതിലെ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒരു ഫെസിലിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്താന്നുള്ളത് മീൻ ചെയ്തു. അതായത് നമുക്കല്ലേ നമ്മളൊരു ഗ്രാഫിക് മോഡലിലോ എന്ത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ എക്സല് നമുക്ക് പ്രസന്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. Excel provides a strong charting tool and that permit users to put forward data visually through different types of charts. അല്ലെ, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചാർട്ടുകൾ പ്രദാനം ചെയ്തു. ഒരു ചിലപ്പോൾ ബാർ ചാർട്ട് ആയിരിക്കും, ചിലപ്പോൾ ലൈൻ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ വേരിയേഷൻ കാണിച്ചു തരുന്നതായിരിക്കും, ചിലപ്പോൾ വേറെ തന്നെ അല്ലെ കോളം ബേസിൽ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാൻ. അങ്ങനെ ആവശ്യമില്ല, യൂസേഴ്സിനെ എന്ത് രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ ചാർട്ടുകളെല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് ഈ എക്സലിന്റെ പ്രോഗ്രാമിന് സാധിക്കുമെന്നുള്ളതാണ്. പറയുന്നു ഗ്രാഫ്സ് ആൻഡ് പിവോട്ട് ടേബിൾസ്. പ്രധാനപ്പെട്ട ടേബിൾസുകളെല്ലാം ചിലപ്പോൾ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ചിലപ്പോ നമുക്കറിയാം നമ്മള് കളർഫുൾ ആയിട്ടൊക്കെ കാണിക്കും. അപ്പൊ ഇത്രയും ഏറ്റവും കൂടുതലുള്ളതിനൊക്കെ നല്ല എന്താണ് ഏറ്റവും ടോപ്പില് ഇച്ചിരി കൂടി അല്ലെ ഇച്ചിരി കൂടി വിട്ടൊക്കെ കൂട്ടിയിട്ട് കളർഫുൾ ആക്കി കാണിച്ചു തരും. ഏറ്റവും ചെറിയ പെർസെന്റേജ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഏറ്റവും കുറച്ച് ചെറിയ കളറുകളൊക്കെ പെർസെന്റേജ് എടുത്ത് കാണിക്കും. അപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഗ്രഹിക്കാൻ സാധിക്കും എന്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗം ഏതാണ്, ഏറ്റവും കുറവ് ഭാഗം ഏതാണ്. അപ്പൊ ഇത്തരത്തിൽ വിഷ്വലൈസേഷൻ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ടൂളുകളെല്ലാം എന്തിലുണ്ട്, മൈക്രോസോഫ്റ്റ് എക്സലിലുണ്ട്. This makes it easier to explain and communicate complex data patterns, trend and relationship. അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആശയവിനിമയം നടത്തണം അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനെങ്കിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിലോ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ 3-4 പോയിന്റ്സ് പറഞ്ഞു. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെ, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, ഡാറ്റ അനാലിസിസ്, ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, ഡാറ്റ വിഷ്വലൈസേഷൻ. ഇനി പറയാനുള്ളത് ഡാറ്റ മാനേജ്മെന്റ്. ഇതിൽ എന്താ പറയുന്നത്, എക്സൽ ലെറ്റ്സ് യൂസേഴ്സ് efficiently manage and manipulate large volume of data. അപ്പൊ നമ്മള് കണ്ടായിരുന്നു അല്ലെ, ചിലപ്പോൾ പഴയ കാലത്തെ എന്തെങ്കിലും ഡാറ്റാസ് ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് അല്ലെ പഠിച്ചുകൊണ്ടിരുന്നതിന് കുറെ സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് അച്ഛൻ പെർഫോമൻസ് ഒക്കെ വെച്ച് ചിലപ്പോൾ കമ്പാരിസൺ ഒക്കെ നടത്തൊക്കെ ചെയ്യും. അപ്പൊ എന്താണ് അത്തരത്തിലുള്ള വലിയ ഡാറ്റാസുകൾ വോളിയം എത്രത്തോളം ഉണ്ട് ആ ഡാറ്റാസുകളെല്ലാം
നമുക്ക് കാണിച്ചു തന്നിട്ട് ആയിരിക്കും നമ്മൾ അതിനൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് അതനുസരിച്ചിട്ട് ഒരു ഡിസിഷനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഓഫേഴ്സ് ഫീച്ചേഴ്സ് സച്ച് ആസ് സോർട്ടിംഗ്, ഫിൽറ്ററിംഗ് ഡാറ്റ, validation, data consolidation, and data import or export, making users able to organize and utilize data effectively. അപ്പൊ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അല്ലെ, എന്തെങ്കിലും നമ്മളുടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി എന്താണ് എല്ലാവരെയും കൂടി ഏകീകരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ കണക്കുകളും ഒന്ന് തിട്ടപ്പെടുത്തി ഏകോപിപ്പിച്ച് അതിന്റെ ഫൈനലൈസേഷനിലൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നത് എക്സലിന്റെ ആ ഷീറ്റുകളിൽ നിന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. അത് ഫിൽറ്റർ ചെയ്ത് ചിലപ്പോൾ മാറ്റിക്കളഞ്ഞിട്ട് ചില പേജിലേക്ക് മാറ്റേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ അത് ഒന്നിച്ച് സോർട്ട് ചെയ്ത് അല്ലെ ചിലപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ സോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ എമൗണ്ടിന്റെ ബേസിൽ സോർട്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത ഏതാണോ യൂസേഴ്സിന് ആവശ്യം ആ രീതിയിലെല്ലാം സോർട്ട് ചെയ്ത് അതിന്റെ ആ ഒരു വാലിഡിറ്റി അല്ലെ എത്രത്തോളം ഇത്ര ടൈമിലുള്ള വ്യക്തികളെയൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇത്ര ടൈമിലുള്ള എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ഒന്നിച്ചിരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് എല്ലാം കൃത്യമായിട്ട് തന്നെ വേർതിരിച്ച് കാണിക്കാനൊക്കെ ആയിട്ടുള്ള ഫെസിലിറ്റി സൗകര്യം ഈ സോഫ്റ്റ്വെയറിലുണ്ട്. അതോടൊപ്പം തന്നെ പറയാണ് അതിന്റെ ഡാറ്റ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലെ, ഇമ്പോർട്ട് വരുന്ന കാര്യങ്ങൾ, വന്നിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സ്പോർട്ട് നമ്മൾ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു, അത് എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൊടുത്തു, അങ്ങനെയൊക്കെ. ഇപ്പൊ ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അത് അതിലേക്ക് എത്രത്തോളം സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തു, അതല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു കയറ്റുമതിയായിട്ട് കൊടുത്തു. അപ്പൊ അതൊക്കെ പ്രത്യേകമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ എക്സ്പെൻസും എല്ലാം പ്രത്യേകം എടുത്ത് കാണിച്ചു തരാനായിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യാൻ, അത് ലാഭകരമാണോ നഷ്ടത്തിലാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതിന് ഇനി എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ, അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള എക്സലിന്റെ ആ ഷീറ്റ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മേക്കിംഗ് യൂസേഴ്സ് ഏബിൾ ടു ഓർഗനൈസ് ആൻഡ് യൂട്ടിലൈസ് ഡാറ്റ എഫക്റ്റീവ്ലി. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ ഡാറ്റാസ് വെച്ചിട്ട് കാര്യക്ഷമമായിട്ട് അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിൽ നമുക്കറിയാം, നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഇത്രയും കണ്ടതെന്ന് മനസ്സിലായി. സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും ഇതിനെ വെച്ചിട്ട് ഈ ഡാറ്റാസിനെ വെച്ചിട്ട് കുറച്ച് ഫോർമുലാസ് ഒക്കെ, അല്ലെങ്കിൽ നേരത്തെ ഇത്രയും ഇയറിലുള്ള പേഴ്സൺസിനൊക്കെ ഇത്രയും സാലറി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള എക്സലിന്റെ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. എക്സൽ ഈസ് extensively used in financial analysis and modeling. It offers specialized functions for financial calculations like NPV, net present value. അല്ലെന്താ, നമ്മളിപ്പോ ഒരു സാധനം മേടിച്ചു, അപ്പൊ അത് ഒരു ബിസിനസ് ഫേം ആണെങ്കിൽ അത് മേടിച്ചത് അതൊരു മാർക്കറ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ആ ടൈമിൽ മേടിക്കുന്നത്. പക്ഷെ ഇപ്പോ അല്ലെ അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളമാണ്, അപ്പൊ മാർക്കറ്റ് വിലയിൽ നമ്മൾ മേടിച്ചത് എന്തായാലും ആ ഡാറ്റാസ് ആക്ച്വലി എന്തിലുണ്ടാവും, നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും. അപ്പൊ അത് ഇപ്പോ നെറ്റ് പ്രസന്റ് വാല്യൂ ഇപ്പോ അതിന്റെ വില എന്താണ് അത് നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പത്തിൽ സാധിക്കും അല്ലെ. ഇപ്പൊ ഇച്ചിരി പ്രോഫിറ്റബിൾ ആക്കി തന്നെ ചിലപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എന്താണോ ബിസിനസ് ഫ്രെയിമിന് ആവശ്യമുണ്ടുള്ളത്, ചില ഡാറ്റാസ് നമുക്കറിയാം, ചിലതൊക്കെ എന്താണ് നഷ്ടത്തിൽ ചിലപ്പോൾ സെയിൽ ചെയ്യേണ്ടതൊക്കെ ആയിരിക്കും, ചിലത് മേടിച്ചതിനേക്കാളും അല്ലെ കുറഞ്ഞ വിലക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാവരും ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ടാകും. അപ്പൊ ആ കസ്റ്റമേഴ്സിന്റെ ആ ഒരു സാധ്യത കൂട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എന്താണ് ആ മേടിച്ചതിൽ നിന്ന് കുറച്ചും കൂടി വില കൂട്ടി പ്രോഫിറ്റബിൾ ആക്കിയിട്ട് സെയിൽ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ എന്താണോ ആ ബിസിനസ്സിന് ആവശ്യം, ഒന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കാനാണെങ്കിൽ വില കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് ലക്ഷ്യമെങ്കിൽ വില കൂട്ടി മേടിച്ചതിനേക്കാൾ വില കൂട്ടി കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെ സാമ്പത്തിക ഇടപാടുകൾ നടത്താനായിട്ടും ഈ വാല്യൂ ഒക്കെ കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ടൂൾസ് പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ IRR, ഇന്റേണൽ റേറ്റ് റിട്ടേൺ, അതേമാതിരി തന്നെ ഇതിലുള്ള റേറ്റിന്റെ എത്രത്തോളം റേറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിന്റെ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, നമ്മൾ നേരത്തെ മുൻകൂട്ടി ചില കാര്യങ്ങൾ അല്ലെ, ഇപ്പൊ ഇത്രയും സെയിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും അത് കസ്റ്റമേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി എത്രത്തോളം ഫണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇപ്പൊ മുടക്കണം എന്നൊക്കെ നേരത്തെ കൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ, നേരത്തെ കൂട്ടി ചിന്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം
ഈ എക്സൽ എന്ന ആ ഒരു ടൂൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. Then it is widely used in budgeting, financial planning and investment analysis. അറിയാം ബഡ്ജറ്റിംഗ് അല്ലെ, നേരത്തെ കൂട്ടി തയ്യാറാക്കുകയാണ് എത്രത്തോളം ഫണ്ട് ഇന്ന ഓരോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് മുടക്കണം. അങ്ങനെ അത് ഓരോ ബഡ്ജറ്റ് നീക്കി വെക്കാനായിട്ട് അല്ലെ, ഓരോ എത്രത്തോളം ഫണ്ടുകളോ ഓരോ മേഖലകളിലേക്ക്. കേസ് നമുക്കറിയാം നമ്മുടെ കമ്പനികളോ അതേമാതിരി തന്നെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും അതല്ലെങ്കിൽ സ്കൂളാണെങ്കിലും ഈ ഫണ്ട് എത്രത്തോളം അവിടേക്ക് നീക്കി വെക്കണം, ഇത്രത്തോളം ഫണ്ട് ഇവിടേക്ക് നീക്കി വെക്കണം എന്നൊക്കെയുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ആക്ച്വലി ആ ഡാറ്റാസ് അവൈലബിൾ ആകണം അല്ലെ. അപ്പൊ എത്രത്തോളം പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കും എന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ എക്സൽ വഴി, ആ എക്സൽ ഷീറ്റ് വഴി നമുക്ക് മനസ്സിലാക്കും. അതനുസരിച്ചിട്ട് ഇവർക്ക് അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, ഇത് തന്നെയാണ് ഇതിലും പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെ സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ നേരത്തെ കൂട്ടി ചിന്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഡാറ്റാസ് അതിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടേക്ക് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ ഇവിടേക്ക് ചെയ്യുമ്പോൾ ഇത്ര നഷ്ടമാണ്, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നത് ഇവർക്ക് ഇത്രയും സാലറി കൊടുത്തിട്ടും ഇത്രയും കാര്യക്ഷമമായിട്ടുള്ള വർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ എന്തിനെ കുറിച്ചിട്ടും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് എക്സൽ എന്ന വർക്ക്ഷീറ്റ് കൊണ്ട് പ്രധാനമായിട്ടും സാധിക്കുമെന്നുള്ളത്. Then last paragraph പറയുന്നു, in short, Microsoft Excel is a multi-factored and widely used spreadsheet software that facilitates data management, analysis and visualization. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ. പലതരത്തിലുള്ള ഫെസിലിറ്റി സൗകര്യങ്ങൾ ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ്, ഡാറ്റ മാനേജ്മെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാറ്റയെ കുറിച്ച് വിശകലനം നടത്താൻ, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്ത് അല്ലെ പ്രധാനമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഗ്രഹിക്കത്തക്ക വിധത്തില് അത് വിഷ്വലൈസേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളത്. Then it's a wide features, formulas and functions make it an inevitable tool for business, finance professionals, analysts, researchers and individuals who work with the data. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോർമുലാസും ഫങ്ഷൻസും അത് പ്രധാനം ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലുള്ള വ്യക്തികൾക്ക് അല്ലെ, ഇന്റലിജൻസ് ആണെങ്കിലും റിസർച്ച് ഗവേഷണം നടത്തുന്നവർക്കാണെങ്കിലും, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഏതെങ്കിലും തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും വിശകലനം ചെയ്യുന്നവർക്കാണെങ്കിലും, ആർക്കാണെങ്കിലും ഒരു ബിസിനസ് ഫേമിനാണെങ്കിലും ഇതൊരു ഇന്നോവേറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ത് നമ്മുടെ എക്സൽ എന്ന ഷീറ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് കൂടുതൽ അല്ലെ ഒരു ബിസിനസ് ഒക്കെ ആകുമ്പോൾ എന്താണെങ്കിലും അവർക്ക് പ്ലാനും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എന്താ പറയാ, നമ്മള് പ്രധാനമായിട്ടും കാൽക്കുലേഷൻ ബേസ് ചെയ്യണം അല്ലെ. ഇതിനെ കുറിച്ചാണെങ്കിലും ഒരു കണക്ക് കൂട്ടൽ വേണം. അപ്പൊ ആ കണക്ക് കൂട്ടല് നടത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകളെല്ലാം സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിക്കും. അപ്പൊ ആ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് എക്സൽ എന്ന ആ ഒരു സോഫ്റ്റ്വെയർ വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ്. ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് എക്സലിന്റെ ഷീറ്റ്. നിങ്ങൾ കണ്ട അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാകും, ചിലരൊക്കെ യൂസ് ചെയ്തതായിരിക്കും. എന്തായാലും ഇത്തരത്തില് നമുക്ക് എന്തിന്റെയും ഡാറ്റാസ് നമുക്ക് കൊടുക്കാം. അത് എന്താണെങ്കിലും ചിലപ്പോൾ പക്ഷെ എണ്ണത്തിനെ കുറിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും എന്താണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് എന്താണെങ്കിലും ഇതിലിപ്പോ ഇനീഷ്യൽ പ്രൈസും കറന്റ് പ്രൈസും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡേറ്റും അത് മേടിച്ച ഡേറ്റുകളാണെങ്കിലും അതിന്റെ ഇപ്പോഴത്തെ വിലയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പ്രസന്റ് ഇപ്പൊ നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ അല്ലെ, ഗെയിനും വേണ്ടി ലോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓരോന്നും നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ മേടിച്ചിട്ട് പ്രസന്റ് വാല്യൂ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് പറയുന്ന മാതിരി തന്നെയാണ് ഇതിന്റെ അല്ലെ, ലാഭമാണോ നഷ്ടത്തിലാണോ ഇപ്പൊ അത് ഇരിക്കുന്നത്. ഇത്തരം വസ്തുക്കളൊക്കെ ഇപ്പൊ സെയിൽ ചെയ്ത് പോകണോ, അത് സെയിൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കണം, എന്താ പ്രോഫിറ്റ് എത്രത്തോളം കൂട്ടണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്രത്തോളം കുറച്ച് വിൽപ്പന നടത്തണം, അതുകൊണ്ട് അങ്ങനെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമുണ്ടാവും. അങ്ങനെ എന്ത് തീരുമാനിക്കാനാണെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും പ്രവർത്തകരെ ചോദിക്കാം.
ആണോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾ എക്സൽ പഠിച്ചു അല്ലെ? എന്താണ് വേർഡെന്നും പവർ പോയിന്റ് എന്താന്നുള്ളത് എക്സലിന്റെ ഉപയോഗവും കുറച്ച് മനസ്സിലാക്കി. അതില് പ്രധാനമായിട്ടും കണക്ക് ബേസ് ചെയ്തല്ലേ മാക്സിമം അതിന്റെ പേര് തന്നെ നമ്മൾ ഗ്രാഫിക്കലി കാണിച്ചു തരുന്നത് ഉണ്ടാവും. അതിന് പോലെ തന്നെ നമുക്ക് എന്താണ് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ തന്നെ അത് പ്രസന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ആ രീതിയിലും കാണിച്ചു തരും. അപ്പൊ പെട്ടെന്ന് ഗ്രഹിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിന് ഓരോ ഓപ്ഷൻസ് നമ്മൾ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് മാക്സുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ടൂളുകളും ഇവിടെ അവൈലബിൾ. നമുക്ക് ഫോർമുലാസുകളൊക്കെ വേണമെങ്കിൽ അത് ഏത് തരം ഫോർമുലാസ് ആണെന്നുള്ളത് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അതനുസരിച്ചിട്ട് അത് കാണിച്ചു തരും. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ഓരോന്നും എഴുതി തയ്യാറാക്കി ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളൊന്നും ഇതിൽ ഉണ്ടാവില്ല. എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നെ അത് ഓരോ നമുക്കുള്ള പ്രത്യേകത ഡെയിലി നമ്മൾക്ക് പഠിച്ചു കൊടുക്കുന്നതനുസരിച്ചൊക്കെ അതിലേക്ക് കടന്നിരിക്കും. അങ്ങനെ ഓരോന്നും സേവ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നമ്മളുടെ ഇയർ എൻഡിലോ മന്ത്ലി അവസാനം എന്തെങ്കിലും കണക്കുകളൊക്കെ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത്രയും ഭാഗം എടുത്തിട്ട് തന്നെ നമുക്ക് ഓരോ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഈ എക്സലിന്റെ ഉപയോഗം ഹോസ്പിറ്റലിൽ എന്താണ് എക്സലിന്റെ ഉപയോഗം എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, പല ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടേംസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ എക്സൽ എന്നുള്ള ഷീറ്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എത്രത്തോളം പേഴ്സൺസ് വേണം, അല്ല എത്രത്തോളം സാലറി പോകുന്നുണ്ട്, ഇത്രത്തോളം ഇപ്പൊ ഇൻ കേസ് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫാർമസിയിലാണെങ്കിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ ഇന്നത്തെ സ്റ്റോർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻവെന്ററി ഉണ്ട്, എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അതല്ലെങ്കിൽ ഇനി എത്രത്തോളം അതിപ്പോ കറക്റ്റ് ഡേറ്റ് ആണോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ ഇപ്പോ അത് പ്രസന്റിന്റെ റേറ്റുകൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടോ, എന്ത് തന്നെയാണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനാണെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, കറന്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതാണ് ഇത്തരത്തിലുള്ള എക്സൽ ഷീറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എന്താണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് data management and analysis. MS Excel offers strong tools for controlling and analyzing vast amount of data. നമ്മൾ പറഞ്ഞത് അല്ലെ, ഒരുപാട് ഡാറ്റാസുകൾ ഉണ്ട് അല്ലെ, നമ്മളുടെ വലിയ ഒരുപാട് ഉള്ള ഡാറ്റാസുകൾക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട്. അപ്പൊ ഇയർലി കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്ലി കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ എത്രത്തോളം ഡാറ്റാസ് ഉണ്ടെങ്കിലും അത്രത്തോളം ഡാറ്റാസ് എല്ലാം സോർട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പേഷ്യൻസ് ഇൻഫോർമേഷൻ, ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ക്യാൻ ഓൾ ബി എഫിഷ്യന്റ്ലി പ്ലാൻഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്സ്. അപ്പൊ എന്താണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്? ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള റെക്കോർഡ്സുകളാണെങ്കിലും അതല്ലെങ്കിൽ പേഷ്യന്റിന്റേതായ കുറെ ഇൻഫോർമേഷൻസ്, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റാസ്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടത്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എന്തിന്റെയെങ്കിലും സ്റ്റോക്ക് അല്ലെ ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതെല്ലാം കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് എക്സൽ എന്ന സ്പ്രെഡ്ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസുകളെല്ലാം അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആ ഡാറ്റാസുകൾ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇൻ കേസ് ഇപ്പോ ഇന്ന ഈ ഡേയില് അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടതെങ്കിൽ എന്താണ്, നമ്മൾ അത് എക്സലിലാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഡേറ്റ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ സെർച്ച് ചെയ്ത് തരും. കൃത്യമായിട്ട് തന്നെ പേഴ്സൺസിനെ കാണിച്ചു തരും അല്ലെ. അതിപ്പോ മോർണിംഗിൽ വന്നവരാവാൻ, ചിലപ്പോൾ ഈവനിങ്ങിലാണെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഡേറ്റ് വെച്ച് സമയം വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ സമയത്തിന് തന്നെ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഇൻവെന്ററിയുടെ കാര്യം. അപ്പൊ എത്രത്തോളം സ്റ്റോക്കുകൾ ഉണ്ട് അല്ലെ, ഇപ്പൊ മെഡിസിൻസ് ആണെങ്കിലും എത്രത്തോളം, അല്ലെങ്കിൽ മറ്റ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും എക്സലിലാണ് നമ്മൾ ടേക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ ഡാറ്റാസ് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് തന്നെ അത് അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ ഫങ്ഷനാലിറ്റീസ് ലൈക്ക് സോർട്ടിംഗ്, filtering and data validation make us able to effectively
find and analyze the data, providing valuable insights for decision making and resources allocations. അതായത് നമ്മൾക്ക് അറിയാലേ ഒരുപാട് ഡാറ്റാസുകൾ നോക്കിയിട്ടാണ് ചില തീരുമാനങ്ങളൊക്കെ എപ്പോഴും എടുക്കുന്നത്. അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ വിഭവശേഷി അതും ഉപയോഗപ്രദമാക്കുന്നത്. നമ്മൾ എത്ര പേഷ്യൻസ് അല്ലെങ്കിൽ എത്ര ഇൻവെന്ററി ഉണ്ട് അത് ആണ് എന്താണ് മാക്സിമം നമുക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പോൾ നമ്മൾ മെഡിസിൻ മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും ഈ മെഡിസിൻ ഇവിടെ ഇല്ലാട്ടോ. അവരെങ്ങനെയാ എന്താ അറിയുന്നത്? അവിടെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണോ? അല്ല, അവരുടെ സിസ്റ്റത്തിലുള്ള ആ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എടുത്ത് അവരുടെ ഇൻവെന്ററി ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് അവര് പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് ഓരോന്നും സോർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന ഡേറ്റിലെ എന്തെങ്കിലും കാര്യങ്ങളാണ് അറിയേണ്ടതെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്യാനാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ആ സമയം വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഒരു ഡോക്ടറിന്റെ പേഷ്യന്റ് ആണ് ജസ്റ്റ് ഒന്ന് ഒന്നിച്ചറിയണമെങ്കിൽ ആ ഡോക്ടറിന്റെ തന്നെ മാത്രം ഇത് സോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ അത് അവൈലബിൾ ആണ്. അപ്പൊ എന്താണോ ആവശ്യത്തിന് വേണ്ടി വരുന്നത് ഇത് വിഭവശേഷിയെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അവിടുത്തെ ഇതിനെ അല്ലെ ഡോക്ടറിന്റെ കാര്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മെഡിസിൻസിന്റെ കാര്യത്തെ കുറിച്ചിട്ടോ മറ്റ് എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആൻഡ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ എക്സൽ എന്ന ഷീറ്റിലാണ് ഇതേമാതിരി തന്നെ നമ്മള് പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെങ്കിൽ എന്താണ് അതും കൃത്യമായിട്ട് കിട്ടും. എക്സൽ ക്യാൻ ബി പുട്ട് in use to create appointments schedules, track patient appointments and organize doctors schedules. നമ്മൾ എക്സൽ ഷീറ്റ് വെച്ചിട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ടല്ലേ ട്രാക്ക് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് വെച്ചാൽ ഇന്ന സമയത്ത് ഇത്രയും പേഴ്സൺസിന് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെ ഇപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഇരുന്ന ഡോക്ടറാണെങ്കിൽ ഇത്ര സമയങ്ങളിൽ ഇത്രയും പേഷ്യൻസിന് മാത്രമേ അവർക്ക് ഒരു പക്ഷെ ഒപ്പിലിരുന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് നോക്കാനായിട്ട് അതനുസരിച്ചിട്ട് മാത്രമേ അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുകയുള്ളൂ അല്ലെ. പേഷ്യൻസിന് ഇന്ന ദിവസം ഇത്ര അപ്പോയിന്റ്മെന്റ്സ് ഉള്ളൂ എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? അത്രയും പേഴ്സൺസിനെ അവർക്ക് അന്ന് നോക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള നേരത്തെ കൂട്ടിയുള്ള തയ്യാറെടുക്കുന്ന രീതിയിലായിരിക്കും അവരുടെ അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഈ അപ്പോയിന്റ്മെന്റ്സും ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് ഇത്തരത്തിലുള്ള എക്സൽ ഷീറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ തരത്തിലുള്ള അക്കൗണ്ട്സും ഇതിലേക്ക് എന്നോട് അല്ലെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടും അതും വിവരങ്ങൾ കാണിച്ചു തരും. എക്സൽസ് കാൽക്കുലേഷൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഫോർമുലാസ് make it a typical tool for budgeting and financial analysis in a hospital setting. അതായത് ഹോസ്പിറ്റലിന്റെ ഓരോ കാര്യങ്ങൾക്ക് അല്ലെ നമ്മളിപ്പോ ബഡ്ജറ്ററി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെ ഓരോ വിഭാഗങ്ങളിലേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇത്രയും ഫണ്ട് വിനിയോഗിക്കേണ്ടതായിട്ട് വരും. അവിടെ ഒന്നുകൂടി വികസിക്കണമെങ്കിൽ അത്രയും ഫണ്ടാണ് അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഇതിനെ ചെക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും മനസ്സിലാവുക പേഷ്യൻസിന് ഇത്രയും പേഷ്യൻസിനെ നോക്കാനായിട്ട് ഇത്രയും സ്റ്റാഫുകൾ പോരാതെ വരും. ചിലപ്പോൾ കുറച്ചും കൂടി സ്റ്റാഫുകൾ നിയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി സൗകര്യങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ ആ ഡിപ്പാർട്ട്മെന്റ് വികസിക്കുന്നു എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിൽ എന്താണ് അത്രയും ഫണ്ട് അവിടെ ബഡ്ജറ്റായിട്ട് അല്ലെ നീക്കി വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് എന്താണ് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ആ സിസ്റ്റത്തിൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന ആ വിവരങ്ങളായിരിക്കും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇത്തരമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സൽസ് കാൽക്കുലേഷൻസ് ഫീച്ചേഴ്സ് ഫോർമുലാസ് മേക്ക് ഇറ്റ് ടിപ്പിക്കൽ ടൂൾ ഫോർ ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്. By forming spreadsheets for budget planning, expense tracking, revenue projections, and cost analysis, we can better handle finances, identify the areas of improvement, and make informed financial decisions. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണോ എന്താണ് അല്ലെ എത്രത്തോളം ചെലവാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം റവന്യൂ നമുക്ക് വരുമാനം ഇവിടെ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കാനായിട്ട് ഇതിന്റെ ആ ഡാറ്റാസുകളുടെ ഇതനുസരിച്ചിട്ട് നോക്കാനായിട്ട് മനസ്സിലാവും. നമുക്ക് ഓരോ ഡേയ്സുകളിലും അല്ലെ ഓരോ ഇതുകളിലും കൂടുതൽ വർദ്ധിച്ചു വരികയാണെങ്കിൽ ആ ഭാഗത്ത് വികസനം നടത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിൾ ആക്കാം എന്നൊരു തീരുമാനത്തിലെത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അവിടെ എത്രത്തോളം ഫണ്ട് ഇറക്കേണ്ടതായിട്ട് വരും കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം അല്ലെ ബെറ്റർ ആയിട്ട് എത്രത്തോളം നല്ല ഫിനാൻസ് അവിടെ ചെലവഴിച്ചാലാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എത്രത്തോളം ഏരിയാസിലാണ് കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു
ചില ഏരിയാസിലാണ് ഇങ്ങനെ ഇച്ചിരി കൂടി എന്താണ് ഫണ്ട് നമുക്ക് കൂടി വരുന്നതെന്ന് കണ്ടെത്തി, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നേട്ടം വരുന്നതെങ്കിൽ അവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഫണ്ട് ഇറക്കേണ്ടതായിട്ട് വരും, എവിടെയാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ പേഴ്സൺസിനെ ആയിരിക്കും നിയമിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചില ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടാവും, ചിലപ്പോൾ മെഷീൻസ് അവിടെ മേടിച്ച് വെക്കേണ്ടതുണ്ടാവും. അപ്പൊ അവിടെ എത്രത്തോളം ആ ഫിനാൻസ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതനുസരിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഈ നമ്മുടെ എക്സൽ ഷീറ്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ്. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്കിന്റെ മാനേജ്മെന്റ്. എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി. അതായത് അവർക്ക് എക്സൽ കൊണ്ട് തന്നെ അല്ലെ എല്ലാ ഇൻവെന്ററീസും നമ്മൾ എക്സൽ വഴിയാണ് അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ അതിൽ സ്റ്റോറേജ് നടത്തിയിട്ടുണ്ടാവും. ഓരോ പേരുകളും എത്രത്തോളം എണ്ണമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. വിച്ച് ഇൻക്ലൂഡ്സ് മെഡിക്കൽ സപ്ലൈസ്, എക്യുപ്മെന്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതില് ചിലപ്പോ എക്സൽ വഴിയായിരിക്കും ഇൻ കേസ് എല്ലാ മെഡിസിൻസും അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് കയറ്റുന്നത്. അതേമാതിരി തന്നെ അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് നമുക്കറിയാം, ഒരുപാട് എക്യുപ്മെന്റ്സുകളെല്ലാം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ എത്ര എണ്ണമാണ്, അത് എന്താണ് കൃത്യമായിട്ടുള്ള പേരുകൾ, അത് എത്ര എണ്ണമാണ്, ഏത് ഡേറ്റിലാണ്, അല്ലെങ്കിൽ ഇൻ കേസ് അതിന്റെ കമ്പനിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആ കമ്പനിയുടെ പേര്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇങ്ങനെ അത് ക്രിയേറ്റ് ചെയ്തത് ആയിട്ടായിരിക്കും ഇന്നത്തേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് കയറ്റുന്നത്. അത് കയറ്റുന്നത് അനുസരിച്ചിട്ട് വരുമ്പോൾ എന്താണ് പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് ബൈ കീപ്പിംഗ് കറക്റ്റ് റെക്കോർഡ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ് as per a date and recording thresholds, we can avoid scarcity or overstocking. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? പിന്നെയും ഒരു സെലൻസ് പോയിന്റ് നോക്കാം. ഇങ്ങനെ വരുമ്പോൾ എന്താണ്? സ്റ്റോക്കുകളുടെ ലെവല് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലെ. ഓരോ മെഡിസിൻ ആണെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും അത് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അതല്ലെങ്കിൽ റെക്കോർഡ്സ് ത്രഷോൾഡ്സ്, അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം അല്ലെ, അത് മേടിച്ചിരിക്കുന്ന ടൈം അനുസരിച്ചിട്ടായിരിക്കണം, ആ ഡേറ്റുകൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ അന്നത്തേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴെന്താണ് ഓർഡർ ചെയ്യേണ്ട ദിവസം, അതൊക്കെയാണ് റെക്കോർഡിംഗ് ത്രഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യുന്ന ആ ടൈം വെച്ചിട്ട് തന്നെ എക്സ്പയറി ഡേറ്റ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കൊടുക്കുമ്പോഴെന്താണ് അത് സ്റ്റോക്ക് കാണിച്ചിരിക്കും. ആ സ്റ്റോക്ക് അനുസരിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്നതാണെങ്കിൽ സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ ദൗർലഭ്യം വരില്ല അല്ലെ. മെഡിസിൻസ് ഒക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ വരില്ല. സ്റ്റോക്ക് അനുസരിച്ചിട്ട് വീണ്ടും പർച്ചേസർ അല്ലെ പോകുമ്പോൾ മേടിക്കാൻ പോകുന്ന വ്യക്തി സ്റ്റോക്ക് തീരുന്ന മെഡിസിൻസും മറ്റേ എക്യുപ്മെന്റ്സും എല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ അത് വീണ്ടും അന്നത്തേക്ക് അപ്രൂവ് ആയിട്ട് കയറ്റും. അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് അഭാവം വന്നിരിക്കുന്നതിനുള്ള പ്രശ്നം ഇല്ലാതിരിക്കും. അതേമാതിരി തന്നെ ഓവർ സ്റ്റോക്കിങ്, കൂടുതലായിട്ട് നമുക്ക് ഒരേ വസ്തു തന്നെ വീണ്ടും മേടിക്കേണ്ടതായിട്ട് വരില്ല. ഇത്രയും സ്റ്റോക്ക് ഇവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ അത്തരം സാധാരണ പിന്നീട് മേടിക്കുന്നതിലേക്ക് കാലതാമസം വരുന്നത് അല്ലെ. പർച്ചേസിന് പോകുമ്പോൾ അവര് മേടിക്കാൻ പോകുമ്പോൾ സ്റ്റോക്കുള്ള വസ്തുക്കൾ എത്രത്തോളം വേണം അത് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് അവർ മേടിക്കുള്ളൂ. സ്റ്റോക്ക് ഇല്ലാത്ത വസ്തുക്കളായിരിക്കും അതിനനുസരിച്ചിട്ട് എണ്ണത്തിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഇൻവെന്ററി മാനേജ്മെന്റ് വായിച്ചു നോക്കാം. ബോറടിക്കുന്നുണ്ടോ കേട്ട് ഇങ്ങനെ ഇരുന്നിട്ട്? മനസ്സിലായി പോകുന്നുണ്ടോ? കമ്പ്യൂട്ടർ ചിലർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്, ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് അല്ലെ. ഓക്കെ,
ചിലർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഇതെന്തൊരു സംഭവം എന്നൊന്നും ഗ്രഹിക്കുന്നുണ്ടാവില്ല. ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഞാൻ പറയണേക്കകത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യും. അവര് ഇനിയും കേൾക്കാൻ താല്പര്യപ്പെടണമെന്നില്ല, കാരണം താല്പര്യപ്പെടാൻ ചാൻസ് കുറവാണ്. അതേസമയം ചിലർക്ക് ഒന്നും അറിയാത്തവർക്ക് എന്താണ് കമ്പ്യൂട്ടർ ആയിട്ട് അത്രയും രീതിയില്ല. പൊതുവെ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് എല്ലാവരും കമ്പ്യൂട്ടർ അറിയാവുന്നവര് തന്നെയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നമുക്കറിയാം. വീടൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ ഇതിലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും എന്താണ് മാത്സ് അല്ലെ കണക്കുകളാണ് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇതിലുള്ള എക്സലിന്റെ ആ ഒരു പ്രധാനമായിട്ട് ഉപയോഗം എന്ന് പറയുന്നത് കണക്കുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവരുടെ ബാലൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കും. അതനുസരിച്ചിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ നടത്തി അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇതുവരെയും എടുത്തതില്? ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. ഡാറ്റ മാനേജ്മെന്റ് ആൻഡ് അനാലിസിസ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം തീരുമാനങ്ങളൊക്കെ എടുക്കണം അല്ലെ, മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ചിലരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. അത് കുറച്ച് മാത്രമേ അവിടെ വിനിയോഗിക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ള മാനേജ്മെന്റ് കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണേ. ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം കുറച്ച് കൂടുതൽ ഫണ്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കൂടുതൽ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതായിട്ട്. അത്തരം കാര്യങ്ങളാണ് മാനേജ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MS Excel offers a strong tool for controlling and analyzing a vast amount of data. നമ്മുടെ മൊത്തം ഡാറ്റകളെ ഒന്ന് അല്ലെ എന്തിനേക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനേക്കാണ് കുറയ്ക്കേണ്ടത്, നമ്മൾ ഫണ്ടിന്റെ കാര്യമൊക്കെ ആകുമ്പോൾ എവിടെ കൂടുതൽ വിനിയോഗിക്കണം, എവിടെ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനായിട്ട് ഈ ടൂൾ കൊണ്ട് സാധിക്കും. Hospital records, patient information, financial data, and inventory management can all be efficiently planned and stored in an Excel spreadsheet. അത് നമ്മളിപ്പോ ഇതെല്ലാം അല്ലെ പേഷ്യൻസ് വരുമ്പോഴാണെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നത്തേക്കാണ് എക്സൽ വഴിയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യും. അവരുടേതായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അവിടെ ഉണ്ടാകും. അതേമാതിരി തന്നെ ഫിനാൻഷ്യലി അവരുടെ സ്പെൻഡിങ് കാര്യങ്ങളിൽ ഇത്രയും എമൗണ്ട് ഒക്കെയാണ് ഓരോ സാലറി ഒക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് സ്പ്രെഡ്ഷീറ്റ് ഈ ഇതേമാതിരി എക്സൽ വഴിയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് ഓരോ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ അല്ലെ, അത് എക്യുപ്മെന്റിനെ കുറിച്ചുള്ള ആവശ്യമുള്ള സ്റ്റോക്കുകളായിരിക്കും, മെഡിസിൻസുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളായിരിക്കും. അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് സിസ്റ്റം വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നടത്തുന്നു. ഇൻവെന്ററിയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്കറിയാം അവൈലബിൾ ആകുന്ന അല്ലെ പേഷ്യൻസിന് ആവശ്യമുള്ള രീതിയിൽ അവര് മെഡിസിൻസിന്റെ കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഇല്ല എങ്കിൽ എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് അവരെ മുടക്കി വയ്ക്കാൻ പറ്റില്ല അല്ലെ. ഒരു ചെറിയ ലാഭവിഹിതവും ആ ഹോസ്പിറ്റലിൽ ലക്ഷ്യമിട്ടിട്ടായിരിക്കും അവര് ഇത്തരത്തിലുള്ള മെഡിസിൻസ് അല്ലെ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലായ്പ്പോഴും മുടക്കി വയ്ക്കുമ്പോൾ നഷ്ടം ആർക്ക് തന്നെയാണ്? ഹോസ്പിറ്റലിന് തന്നെയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇൻവെന്ററി നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കുറവുകൾ ഉണ്ടെങ്കിൽ പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവര് മേടിക്കാൻ പോകുമ്പോൾ മൊത്തമായിട്ട് ബൾക്കായിട്ട് ഹോൾസെയിലൊക്കെ ആയിട്ടായിരിക്കും അല്ലെ മേടിക്കാൻ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എവിടെയൊക്കെയാണ് ഷോർട്ടേജ് ഉള്ള മെഡിസിൻസ് ഉണ്ട് അതെല്ലാം എഴുതി തിട്ടപ്പെടുത്തിയിട്ടായിരിക്കും എത്രത്തോളം ഇത് മെഡിസിൻസ് വേണം, അല്ലെങ്കിൽ ഇത്ര എക്യുപ്മെന്റ്സ് വേണം, അല്ലെങ്കിൽ എത്ര ഗ്ലൗസ് വേണം, എന്തിനെ കുറിച്ചാണെങ്കിലും എന്ത് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വസ്തുക്കളും. അപ്പൊ അത് ബൾക്കായിട്ട് മേടിക്കണമെങ്കിൽ ഇൻവെന്ററി നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരണം അവിടെ എവിടെയാണോ ഷോർട്ടേജ് ഉള്ളത്. അപ്പൊ അത് മാനേജ് ചെയ്യണമെങ്കിലും ഈ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഫിനാൻഷ്യൽ ഡാറ്റാസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓരോ സാലറിയോ എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ് ടു ഡേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫണ്ട് അല്ലെ നേരത്തെ കൂട്ടി സ്വരൂപിച്ച് വെക്കേണ്ടതായിട്ട് മന്ത്ലി സാലറി കൊടുക്കുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് അല്ലെ മാനേജ്മെന്റിന് അറിയാൻ പറ്റും ഇത്രയും ഫണ്ട് ഈ മന്ത്ലി ആവശ്യമാണ്, ഇന്ന പേഴ്സൺസിന് ഇത്രയും സാലറി ഒക്കെ കൊടുക്കണം.
അതേമാതിരി തന്നെ പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ്, നമ്മൾ ഇത്രയും പേഷ്യൻസിന് ഇത്രയും ബെഡ് അല്ലെ ഫെസിലിറ്റീസ് അത് നമ്മൾ അനുവദിക്കുന്നതാണ്. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള അറിവുകളും ബേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ചിലർക്കൊക്കെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും. സോഫ്റ്റ്വെയർ ഫങ്ഷണാലിറ്റീസ് ലൈക്ക് സോർട്ടിംഗ്, filtering and data validation make us able to effectively and analyze the data, providing valuable insights for decision making and resource allocation. നേരത്തെ പറഞ്ഞ മാതിരി കൊടുക്കുന്ന ഡാറ്റാസ് അത് നമ്മളല്ലേ ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിലും അവര് അത് പ്രസന്റലി എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നത്. ചിലപ്പോ നേരത്തെ പറഞ്ഞ മാതിരി എവിടെയെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട അത് വിപുലീകരിക്കണമെങ്കിൽ അവിടെ എത്രത്തോളം റിസോഴ്സസ് അല്ലെ, ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് ചിലപ്പോൾ 2-3 പേരെ അപ്പോയിന്റ്മെന്റ് അവിടെ വേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് മെഷീൻസ് അവിടെ കൂടുതലായിട്ട് സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എന്താണ് പ്ലേസ് അല്ലെ, റൂം ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കൂട്ടേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തീരുമാനിക്കുന്ന എന്താണ് ഈ സ്പ്രെഡ്ഷീറ്റിൽ അല്ലെ എക്സൽ ഷീറ്റില് കാണിക്കുന്ന ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ്. അപ്പൊ അവിടെ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനം എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസിഷനിലേക്ക് മാനേജ്മെന്റ് തയ്യാറാകുന്നത്. അതാണ് അവിടെ പറയുന്ന റിസോഴ്സ് അലോക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും നെക്സ്റ്റ് 4th പോയിന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കാം. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് അല്ലെ, നമ്മള് എക്സൽ വഴിയാണ് ഓരോ മെഡിസിൻസിനും വെച്ചിട്ട് സ്റ്റോക്കുകളെല്ലാം കയറ്റുന്നത്. അതേമാതിരി തന്നെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ അതെല്ലാം എന്താണ് എക്സൽ വഴി, എക്സലിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ അന്നത്തേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കും എന്താണ് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഈ നിലവിൽ ഇന്ന ഡേറ്റ്സ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം മെഡിസിൻസ് അവിടെ ഇപ്പൊ സ്റ്റോറിലുണ്ട്, പിന്നെ ഇത്രത്തോളം എക്യുപ്മെന്റ്സ് ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മൾ നേരത്തെ കൂട്ടിയാലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇന്ന ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് നേരത്തെ കൂട്ടി അറിയിക്കുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പേഷ്യൻസ് മെഡിസിൻസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവിടെ ഇൻവെന്ററി കുറഞ്ഞു വരും. അപ്പൊ ഇത്രത്തോളം നേരത്തെ കൂട്ടിയവര് അതിന്റെ മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റില് നേരത്തെ കൂട്ടിയവരുടെ ഡിസിഷൻ എടുക്കും ഇത്രത്തോളം വർക്കായിട്ട് സാധനങ്ങൾ വേണ്ടി വരും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എക്സൽ ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ആൻഡ് മാനേജ് ഇൻവെന്ററി. ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെന്ററി പൊസിഷനിലെ മാനേജർ എന്താ ചെയ്യുന്നത്, അത് അദ്ദേഹം ഇങ്ങനെ എത്രത്തോളം സാധനങ്ങൾ വേണ്ടി വരും അത് മനസ്സിലാക്കുന്നത് ഈ എക്സൽ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയർ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡാറ്റാസിന്റെ ബേസിലാണ്. വിച്ച് ഇൻക്ലൂഡ്സ് മെഡിക്കൽ സപ്ലൈസ്, എക്വിപ്മെന്റ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എക്സൽ വഴിയാണ് എന്താണ് മെഡിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്ക് പോലെയുള്ള എല്ലാ സാധനങ്ങളും, അതല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് മെഷീൻസ്, ചെറിയ ചെറിയ മെഷീൻ എക്യുപ്മെന്റുകൾ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. നമ്മള് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന നീഡിൽസോ സിസേഴ്സോ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമുക്ക് മറ്റു തരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ഇതിനകത്ത് ഈ എക്സൽ വഴിയാണ് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ നിലവിലുള്ള ആ ഒരു എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് കാണിക്കും. ഇന്ന ഡേറ്റിൽ ഈ ഡേറ്റിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും ശ്രദ്ധകളാണ് ഇവിടെ കാണിക്കുന്നത്. ചിലതിനൊക്കെ ഷോർട്ടേജ് കാണിക്കും, കാരണം അത് ചെലവഴിച്ചു പോയി, സ്റ്റോർ ചെയ്ത് വെച്ചതനുസരിച്ചിട്ട് നമ്മൾ വെച്ചതനുസരിച്ചിട്ട് ചെലവഴിച്ചു പോയെങ്കിൽ ഇനി എന്താണ് അവിടെ നിലവിൽ ഇല്ല എന്നുള്ളത് കാണിക്കും. കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള എണ്ണം അവിടെ കൃത്യമായിട്ട് കാണിക്കും. അപ്പൊ ഈ കൂടുതലായിട്ടുള്ള എണ്ണം അനുസരിച്ചിട്ട് വീണ്ടും ഇത്രത്തോളം പേഴ്സൺസ് ഇനി ഓരോ ദിവസം വരാൻ സാധ്യതയുണ്ടെന്ന് മാനേജർ അല്ലെ അതിന്റെ കൺട്രോൾ ചെയ്യുന്ന പേഴ്സൺസിനെ വിലയിരുത്താൻ സാധിക്കും. അതനുസരിച്ചിട്ട് ഇന്ന പർച്ചേസ് മാനേജറിന് ഇൻഫോർമേഷൻ കൊടുക്കും. ഇന്ന മെഡിസിൻസ് കൂടുതൽ വേണം, ഇന്ന എക്യുപ്മെന്റ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന മെഡിക്കൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേണ്ടി വരും എന്നുള്ളത് ആ ഇൻഫോർമേഷൻ പർച്ചേസ് മാനേജർക്ക് കൊടുക്കും. അതനുസരിച്ചിട്ടാണ് പർച്ചേസ് മാനേജർ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് വീണ്ടും ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചെയ്ത് അല്ലെ ഡൗൺലോഡ് ചെയ്തിട്ടായിരിക്കും അവർ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് സാധനം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുമ്പോഴും അവരെന്താണത് ഈ എക്സലിന്റെ ഷീറ്റ് വഴി അത് അന്നത്തേക്ക് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും.
അപ്പൊ അതിന്റെ എത്രത്തോളം എണ്ണം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും പറയുന്ന വി ക്യാൻ അവോയ്ഡ് സ്കേഴ്സിറ്റി ഓർ ഓവർ സ്റ്റോക്കിംഗ്, ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് അല്ലെ നമ്മുടെ സ്കേഴ്സിറ്റി, ദൗർലഭ്യം, ഇന്ന സാധനം ഇല്ല അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം എല്ലാ സാധനവും അപ് ടു ഡേറ്റ് ആയിട്ട് വേണം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആക്കണം അല്ലെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതേ സംബന്ധിച്ച് ഒരുപാട് ഇഷ്യൂസ് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഭാവങ്ങൾ അല്ലെ, ദൗർലഭ്യം ഒരിക്കലും വരാൻ പാടില്ല. ഈ ഓവർ സ്റ്റോക്കിങ്, ഒരുപാട് സാധനങ്ങൾ അല്ലെ, ചില സാധനങ്ങളുടെ ഒന്നും ഉപയോഗമില്ലാതെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യകതയില്ല. അപ്പൊ വീണ്ടും വീണ്ടും അത് പർച്ചേസിന് പോകുമ്പോൾ മേടിച്ച് വെക്കില്ല. കാരണം ഉള്ളത് തന്നെ ഒരു 5 അല്ലെ കൂടുതലായിട്ട് ബൾക്കായിട്ട് വീണ്ടും സ്റ്റോക്കായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇനി അഡീഷണൽ ആയിട്ടൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഒപ്റ്റിമൈസ് ഇൻവെന്ററി ടേൺ ഓവർ, അതായത് മതിയായ രീതിയിൽ ഇത്രത്തോളം പേഴ്സൺസ് ഈ ആഴ്ചയിൽ ഇത്രത്തോളം പേഴ്സൺസ് വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, സ്റ്റോക്ക് നിലവിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്, അങ്ങനെ വരുമ്പോഴെന്താണ് കോസ്റ്റ് അല്ലെ, ചെലവ് എന്നത് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാണ് നഷ്ടമാണ്. മേടിക്കുന്നതനുസരിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിലെ കാര്യമുള്ളൂ. കാരണം ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ട് അത് സപ്ലൈ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പൊ ബൾക്കായിട്ട് മേടിക്കാതെ ഇരിക്കേണ്ടയും വരും, അതേമാതിരി തന്നെ ആവശ്യത്തിന് ഇത് വേണ്ടി വരും ചെയ്യും. അപ്പൊ ഇത് സ്പ്രെഡ്ഷീറ്റ്, നമ്മുടെ എക്സൽ ഷീറ്റിൽ നമ്മളിത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻവെന്ററി മാനേജ്മെന്റ്. ഇപ്പോ നമ്മളുടെ ഈ പോർഷൻസ് ഇത്രത്തോളം നമുക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് ഇന്റർനെറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, കാരണം അല്ലെ നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം. നമ്മളിപ്പോ തന്നെ പഠിക്കുന്നതും നെറ്റിന്റെ അതിന്റെ ഇത് തന്നെയാണ്. ഇനി പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് കൂടിയേ ഉള്ളൂ. ഒരുപാട് ലെസൺസ് ഇനി നിങ്ങൾക്ക് എടുത്ത് തീർക്കാനില്ല അല്ലെ. നേരത്തെ ചാപ്റ്റേഴ്സ് കൂടെയല്ലേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ളത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ. ഇത് കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിലേക്ക് എന്തായാലും നിങ്ങളുടെ സമയത്തിന് പോഷൻ തിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് തുടങ്ങി വെക്കണം. നെക്സ്റ്റ് ഡേ വരെയോ ഇന്ന് തുടങ്ങി വെക്കണം. തുടങ്ങി വെച്ചിരിക്കാം. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് തുടങ്ങി വെക്കുകയാണ്. റെവല്യൂഷനൈസ്ഡ് ദ പീപ്പിൾസ് വേ ടു കണക്ട് ആൻഡ് ഇന്ററാക്ട് ഗ്ലോബലി. നമുക്കറിയാം ഇന്റർനെറ്റിന്റെ ഉപയോഗം അല്ലെ, നമ്മുടെ ഗ്ലോബലി നമ്മുടെ എന്താണ് രാജ്യമെമ്പാടും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി, ഒരു സൗകര്യമാണ് ഈ ഇന്റർനെറ്റ് എന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. But communicating through the internet has revolutionized the people's way to connect and interact globally. നമുക്ക് എവിടെയുള്ള ജനങ്ങളുമായിട്ട്, ഏത് രാജ്യത്തുള്ള ജനങ്ങളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്, ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പീപ്പിൾസിന്, ജനങ്ങൾക്ക് നൽകുന്ന ഒരു സൗകര്യം ഒരുക്കി തരുന്നതാണ് എന്ത് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ. It has opened up a multitude of meeting places for quick and convenient communication. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എവിടെ അല്ലെ, പുറത്ത് ഗൾഫിലോ എവിടെയാണെങ്കിലും നമ്മൾക്കൊന്ന് സാധാരണ ഒരു നിശ്ചിത സമയം കൊണ്ട് തന്നെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് അവർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ അവരോട് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുമെന്നാണ്. ഇന്റർനെറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നെറ്റ് ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും തന്നെ. ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ് അവൈലബിൾ ആക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നു, നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഈ നെറ്റിന്റെ ആ ഇത് സൗകര്യം ഉള്ളത് കൊണ്ടാണ് നമുക്കിത് സാധ്യമാക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇന്റർനെറ്റിന്റെ കാര്യമായിട്ട് എടുത്ത് പറയുന്നത്. എന്താണ്? ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ, അതേമാതിരി തന്നെ കൺവീനിയന്റ് രീതിയിൽ അല്ലെ, സൗകര്യപ്രദമായ രീതിയിൽ, സുകുമാരമായ രീതിയിൽ തന്നെ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്ന ഒരു രീതിയാണ് ഇന്റർനെറ്റ് നമുക്ക് ഒരുക്കി തരുന്നത്. There are some important aspects of communicating through the internet. അപ്പൊ ഇന്റർനെറ്റ് വഴി നമുക്ക് ഇങ്ങനെ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? ഇമെയിൽ വഴി അല്ലെങ്കിൽ വോയിസ് ആൻഡ് വീഡിയോ കോൾ വഴി
ദെൻ സോഷ്യൽ മീഡിയ ഉള്ള ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ വഴി, ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ഇതുകളല്ല അല്ലെ ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഒരുപക്ഷെ ഈ ഇത്തരം കാര്യങ്ങൾ ഇമെയിലും വോയിസ് ആൻഡ് വീഡിയോ കോൾസും സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതില് നമ്മൾക്ക് എന്തായാലും നെക്സ്റ്റ് ടൈം ഓവറായി. അപ്പോ എന്തായാലും ഇമെയിൽ തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്റർനെറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ വരിക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇമെയിലും വോയിസ് ആൻഡ് വീഡിയോ കോൾ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇനി ഞാൻ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും പ്രവർത്തകരുണ്ടോ? ഒരു സമയം അഡീഷണൽ എടുക്കാൻ സാധിക്കില്ല, കാരണം ഞങ്ങൾക്കൊരു അപ്പൊ എന്തായാലും ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.